സാർ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അവർക്ക് ഒരുപാട് ഇൻസിഡൻ്റ് ഉണ്ടാകാറുണ്ട്. ആക്ച്വലി ഞാൻ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഈ വെൽഡിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ വളരെ റിസ്ക് ജോബുകളാണ് എടുക്കുന്നത്. അപ്പോൾ മിക്കവാറും ഒരു മേളിൽ നിന്ന് വീഴാറുണ്ട്, അവരുടെ ഇഞ്ചുറി വരാറുണ്ട്, അവരുടെ ശരീരത്തിന് ആക്സിഡൻറ്റുകൾ സംഭവിക്കാറുണ്ട്, ഷോക്കുകൾ വരാറുണ്ട്. ഇതിനെ എങ്ങനെ തരണം ചെയ്യുക? അവർക്ക് ഏത് ഇൻഷുറൻസ് ആണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്നത്? നമ്മുടെ ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ വെൽഡിംഗ് മേഖലയിലും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരു സാധാരണക്കാരാണ്. അപ്പം സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ അവർ സാമ്പത്തികമായിട്ട് വലിയ ഉയരത്തിലല്ല, പക്ഷെ അവർ കിട്ടുന്ന ശമ്പളം കൊണ്ട് സന്തോഷത്തോടെ കഴിയുന്ന ഒരു ഫാമിലിയാണ് അവർ. അപ്പോൾ അവരുടെ സന്തോഷവും ദുഃഖവും എല്ലാം അവരുടെ ഓരോ ദിവസവും വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ചില ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ അവർ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടും. പക്ഷേ കിട്ടുന്ന ശമ്പളം കൊണ്ട് അവർ നല്ല ജീവിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസിനെ നോക്കുകയാണെങ്കിൽ ഈ സാധാരണക്കാർക്കുള്ള ഒരു കുഴപ്പമുണ്ട്. അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലാനിങ്ങുകൾ മൊത്തം തെറ്റുന്നുണ്ട്. കാരണം അവർക്ക് പിന്നീട് പണി സൈറ്റിൽ വരാൻ പറ്റുന്നില്ല, അങ്ങനെ വരാതിരിക്കുന്നു. കൂടാതെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനോട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിക്കുന്നു. അപ്പോൾ അവരത് കൊടുക്കാൻ വേണ്ടി നോക്കുന്നു. അവർക്കത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ അത് നമ്മുടെ പണിയെ തന്നെ ബാധിക്കുന്നു. അത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഞാൻ പല ജില്ലകളിലും ക്ലാസ് എടുക്കാനും കുട്ടികൾക്ക് ഈ പറയുന്ന വെൽഡിങ് അസോസിയേഷനിലുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് ഒരാൾ മേളിൽ നിന്ന് വീണിട്ട് 2 കാലുകളും ഒടിഞ്ഞുപോയി. ആക്ച്വലി ഞങ്ങളുടെ സംഘടന ഏറ്റവും കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടിയാണ് സമയം കളയുന്നത്. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നത്, അവർക്കൊരു ഇൻഷുറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും സൂട്ടബിൾ ആയ ഒരു ഇൻഷുറൻസ് ഏതാണ്, അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന, അവർക്ക് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു ഇൻഷുറൻസ്? സാർ അതിനെക്കുറിച്ചൊന്ന് പറയാം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പണി എടുക്കുന്നവർ മാത്രമല്ല അവരുടെ ഫാമിലി മൊത്തത്തിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. കാരണം ഇത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇത് ആശുപത്രിക്കാർക്ക് കഷ്ടപ്പാടോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒന്നും നോക്കുന്നില്ല. ഇതേപോലെ അപകടങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. ആർക്കും എപ്പം വേണമെങ്കിലും അപകടം വരാം, അല്ലെങ്കിൽ അസുഖം വരാം. ഇത് വന്നു കഴിയുമ്പം നമുക്ക് ആഗ്രഹം ഏറ്റവും ബെസ്റ്റ് ആശുപത്രിയിൽ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഉടനടി കിട്ടണമെന്നാണ്. ഇൻഷുറൻസ് ചെയ്യുന്നതും അതുതന്നെയാണ്. അപ്പം ഇവരൊരു സാധാരണ ഫാമിലിയാണ്, എന്നാൽ ഇവർക്ക് ചികിത്സ വളരെ ലേറ്റ് മതി എന്ന് പറയുന്നില്ല. നമ്മൾ ബെസ്റ്റ് പ്ലാൻ എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 10 ലക്ഷത്തിൻ്റെ പ്ലാനിന് നമ്മൾ വലിയൊരു പൈസയൊന്നും മുടക്കണ്ട, വളരെ ചെറിയ പൈസ വരുള്ളൂ. ഇപ്പം നമ്മുടെയൊക്കെ ഏജ് വരുവാണെങ്കിൽ 20,000 താഴെ പ്രീമിയം വരുന്നുള്ളൂ ഒരു വർഷത്തേക്ക്. ഒരു ഫാമിലിക്ക്, ഒരു 4 പേരുണ്ടാകുന്ന ഒരു ഫാമിലിയാണ് 20,000 താഴെ. അപ്പം അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ 20,000 താഴെ നമ്മൾ ഒറ്റയടിക്ക് നോക്കും 20,000 രൂപയൊന്ന് പലരും ചോദിക്കും. എന്നാൽ അവര് തന്നെ ഡെയിലി ഒരു 2 ചായ കുടിക്കുന്നുണ്ടാവും, 2 ചായ പൈസ കൊടുത്ത് കുടിക്കുന്നുണ്ടാവും പണി സൈറ്റിൽ നിന്നല്ലാതെ. ഈ 2 ചായന്റെ പൈസ മാറ്റി വെച്ചാൽ ഒരു മാസത്തിൽ കിട്ടാവുന്ന ആ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് EMI അടയ്ക്കാൻ പറ്റും. അതവർ മനസ്സിലാക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ ഒരു പാക്കറ്റ് വലിക്കുന്നുണ്ട്, അതിൻ്റെ അകത്തൊരു 3 സിഗരറ്റ് മാറ്റി വെച്ചാൽ അവർക്ക് ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റും. അപ്പം ഞാൻ വലിക്കാൻ വേണ്ടിയോ കുടിക്കാൻ വേണ്ടിയോ പറയുന്നല്ല, പക്ഷെ അത്രയേറെ പൈസ കുറവാണ് നമുക്ക് എടുക്കാൻ. അപ്പോൾ അവർ ഒരു EMI ആയിട്ട് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരു പ്രധാന ചോദ്യം ചോദിക്കും, EMI എടുത്താൽ ക്ലെയിം കിട്ടുമെന്ന്. നമ്മൾ ഒരു EMI ആയിട്ട് അടയ്ക്കുന്നു, നമ്മളൊരു മാസത്തിൽ ഒരു 2,000 രൂപയാണ് EMI അടയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അത് 12 മാസമൊന്നുമല്ല, 8 മാസം 5 മാസത്തിനുള്ള കണക്കിലായിരിക്കും. അപ്പോൾ EMI അടയ്ക്കുമ്പം നമ്മൾ ആദ്യത്തെ അടവ് അടയ്ക്കുന്ന അന്ന് മുതൽ ആ ആദ്യത്തെ അടവടച്ച് ഇപ്പോൾ ഒരു 3,000 രൂപയാണ് ആദ്യം ഡൗൺ പേയ്മെൻറ്റ് അടച്ചതെന്ന് നോക്കുക. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ മുതൽ അവർക്ക് ചിലപ്പോൾ പണി സൈറ്റിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ അപകടങ്ങൾ വീണിട്ടാകാം, ഷോക്ക് അടിച്ചിട്ടാകാം, പണി സ്ഥലത്ത് നിന്ന് കട്ടറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കട്ടിങ് അങ്ങനെയുള്ള മിഷനറി ഉണ്ടാകാം. ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം തന്നെ, പാമ്പ് കടി അടക്കം ഉള്ള അപകടങ്ങളെല്ലാം തന്നെ 24 മണിക്കൂർ കഴിഞ്ഞ് കവറേജ് കിട്ടും. എത്ര രൂപ വരെ അവരെടുത്തിരിക്കുന്ന സമ്മഷ്യൂർഡ് എത്രയാണ്? ഇപ്പൊ 10 ലക്ഷത്തിന്റെ ആണ് എടുത്തെങ്കിൽ 10 ലക്ഷം വരെ നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. അത് ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, 2 കാലൊടിഞ്ഞു എന്ന്. അവർക്കൊരു ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ ഒരു 5-6 മാസം ഫിസിയോതെറാപ്പി ചെയ്യണം, വേണ്ടിവരും. അതിന് ഇവരൊരു ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ ആ സർജറി കഴിഞ്ഞ് കമ്പിയിട്ട് വീട്ടിൽ ചെന്ന് ഒരു മാസം കഴിയുമ്പോൾ ഫിസിയോതെറാപ്പി തുടങ്ങിയാൽ ഒരു ദിവസം ഫിസിയോതെറാപ്പിക്ക് ഒരു 500 രൂപയെങ്കിലും ആവും. വരുന്നുണ്ട്. നമുക്ക് 6 മാസം വരെയുള്ള ഫിസിയോതെറാപ്പി നമുക്ക് ഈ ഇൻഷുറൻസിൽ തന്നെ കവറേജ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഒരു അഡ്മിഷനും വേണ്ട, നേരെ പോയി ഫിസിയോതെറാപ്പി ചെയ്യുക, വരിക. നമുക്ക് 6 മാസത്തേക്കുള്ള ഫിസിയോതെറാപ്പിൻ്റെ കിട്ടുന്നുണ്ട്. ചികിത്സ പ്ലസ് അത് കഴിഞ്ഞുള്ള തുടർ ചികിത്സ.
നമുക്ക് അതിൻ്റെ അകത്ത് കവറേജ് കിട്ടുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനികളൊന്നും ഞങ്ങളെ പോലുള്ള ഈ അസോസിയേഷനിലെയും ഈ കൺസ്ട്രക്ഷൻ മേഖല വർക്ക് ചെയ്യുന്നവരെ അറിയിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് ഒന്നാമത്തെ കേസ്, നമ്മൾ ഒരു ഇൻഷുറൻസ് എന്ന് പറയുമ്പം ഇതെന്തോ ഒരു മോശപ്പെട്ട സാധനം എന്നുള്ളൊരു ചിന്താഗതിയാണ്. കാരണം പല അഡ്വൈസർമാരും പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിന് പകരം അവരുടെ ടാർഗറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്ലാൻ പഠിച്ച്, ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരാണെങ്കിൽ അവർക്ക് പ്രസവത്തിലടക്കം കിട്ടുന്ന കവറേജ് ഉണ്ട്, അതൊന്നും നോക്കാതെ ഏതെങ്കിലും ഒരു പ്ലാൻ കെട്ടി ഏൽപ്പിച്ചിട്ട് പോലും പ്ലാനുകളെക്കുറിച്ചും ഇതിൻ്റെ കവറേജിനെ കുറിച്ചും എങ്ങനെ കിട്ടും, എന്തൊക്കെ കിട്ടുകയില്ല എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ചേർപ്പിക്കുമ്പം സെയിൽ ക്ലോസ് ആവും. പിന്നീട് ചെന്ന് ക്ലെയിമിന് പോകുന്ന സമയത്ത് പല കാരണം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് ക്ലെയിം നഷ്ടപ്പെട്ടു പോകും. ഈ ഒരു നഷ്ടപ്പെടൽ അവരൊരു 100 പേരോട് പറയും, അത് 1000 പേരിലേക്ക് എത്തും. അപ്പം ഇതൊരു നഷ്ടക്കച്ചവടമാണെന്ന് ഓർത്തിട്ട് ആൾക്കാർ ഇത് എടുക്കാതെ പോകുന്നു. ഒരു ചെറിയ സാധാരണക്കാരനും ചെറിയ തുക മാറ്റി വെച്ചാൽ നല്ല ഒരു ഇൻഷുറൻസ് 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാക്കും കൂടെ കൂട്ടി പറയാം, 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് എല്ലാവർക്കും കൂടെ അല്ല, ഓരോ അഡ്മിഷനും 10 ലക്ഷം വീതം 1 കോടി വരെ വേണേലും കിട്ടും. അൺലിമിറ്റഡ് ആണ്. അപ്പൊ വലിയൊരു തുക ചെറിയ പൈസക്ക്. വെരി താങ്ക്സ്. ഡീറ്റെയിൽ ഞങ്ങൾ ഇനി സാറായിട്ട് ബന്ധപ്പെടാം. ഓക്കെ താങ്ക് യു.